ദീനിനെ തല കുത്തനെ മനസ്സിലാക്കരുത്. ഒരു സ്ത്രീ വന്നിട്ട് അബോർഷൻ നടത്തി തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾ മനസ്സിലാക്കുക, ദീനിനെ തല കുത്തനെ മനസ്സിലാക്കണതിനെ ഒരു ഉദാഹരണം പറയണം. അബോർഷൻ നടത്തി തരണം. അപ്പോൾ അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പം എന്തിനാണ് അബോർഷൻ നടത്തുന്നത് ചോദിച്ചപ്പം ഹജ്ജിന് കിട്ടിയിട്ടുണ്ട്, ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്താ ഇപ്പം കഥ? ചില ആൾക്കാർ നോമ്പിന് കാണാൻ പള്ളിക്ക് സ്ഥിരമായിട്ട് തറാവീക്ക് വന്നിട്ട് ഒറ്റയ്ക്ക് സ്കരിച്ചനാണ്. എന്നിട്ട് തറാവി ജമാഅത്തിന് കൂടണാണ് അല്ലേ? തഹജ്ജുദ് സ്കരിച്ച് കാണ്ട് കടന്നുറങ്ങി സുബൈ പോകാറുണ്ട്. എന്താ ഇപ്പം അവസ്ഥ? അപ്പോൾ ദീനിനെ തല കുത്തനെ, ദീനിൽ അള്ളാഹുവും റസൂലും പ്രാധാന്യം കൽപ്പിച്ച കാര്യങ്ങളുണ്ട്. അതിൽ ഫർളിനാണ് മുൻഗണന. സുബൈ ജമാഅത്തായിട്ട് പങ്കെടുക്കണം അല്ലേ? തഹജ്ജുദ് സ്കരിച്ചിട്ട് സുബൈ ജമാഅത്ത് പോകുക എന്ന് പറഞ്ഞാൽ അതെന്ത് ദീനാണ് സഹോദരങ്ങളെ? ഹജ്ജിന് പോകാൻ വേണ്ടി അബോർഷൻ നടത്തുക എന്ത് ദീനാണ്? അപ്പം അതുകൊണ്ട് ദീനിനെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ദീനിൻ്റെതായ ചില കാര്യങ്ങളുണ്ട്, ചില ഉസൂൽ, ചില അടിസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഫർളിനാണ് മുൻഗണന. ഫർളിൽ കോംപ്രമൈസ് വരുത്താൻ പാടില്ല. ഫർള് പൂർത്തിയാക്കിയിട്ടാണ് നമ്മൾ സുന്നത്തെടുക്കുക, അല്ലാതെ ഫർള് നഷ്ടപ്പെടുത്തിയിട്ടല്ല സുന്നത്തെടുക്കേണ്ടത്. അപ്പം അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നുള്ളത് വലിയ പാപമാണ്, വലിയ പാപമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹു എല്ലാം കാണും, അള്ളാഹു എല്ലാം കേൾക്കും എന്ന് പറയുന്ന ഒരാൾക്ക് എങ്ങനെയാണ് മൊയ്തീൻ ഷെയ്ഖ് കേൾക്കും, മൊയ്തീൻ ഷെയ്ഖ് കാണുമെന്ന് പറയാം അല്ലേ? നമ്മൾ മമ്പറത്തേക്ക് പോവുക, അവിടുത്തെ കുരുത്തക്കേട് തട്ടും. ചില ആൾക്കാർ പറയും, ഈ കട്ടെടുത്തുക്കണോ ചോദിച്ചാൽ ഇത് അങ്ങനെ ചെയ്തുകണോ ചോദിച്ചാൽ വല്ലാഹി ഞാൻ ചെയ്തിട്ടില്ല. എന്നാ മമ്പറത്തെ തങ്ങൾ പാപ്പാൻ്റെ പേരിൽ സത്യം ചെയ്യാറിയുമ്പോൾ അത് പറ്റൂല. അള്ളാഹിൻ്റെ പേരിൽ വല്ലാഹി ഞാൻ എടുത്തിട്ടില്ല അറിയാം. ഈ മമ്പറത്തെ തങ്ങൾ പാപ്പാൻ്റെ പേരിൽ സത്യം ചെയ്യാൻ പറഞ്ഞാലോ ഓന് പേടിയാണ്, കുരുത്തക്കേട് ഇട്ടു. പടച്ചോൻ്റെ കുരുത്തക്കേട് ഓന് പേടിയില്ല. സഹോദരങ്ങളെ, ഇതല്ലാതെ പിന്നെ എന്താണ് ശിർക്ക്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അള്ളാഹുവിനെ കൊണ്ട് മാത്രം സത്യം ചെയ്യുക, അള്ളാഹുവിന് മാത്രം നേർച്ച നേരുക. ഇതന്നെയാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന് മാത്രമേ എൻ്റെ ജീവിതത്തിൽ, ഇപ്പോൾ വണ്ടി കൊണ്ടുപോയിക്കാണ്ട് എന്താണ്, പുതിയ വണ്ടി എടുത്തിക്കണ്, എന്നിട്ട് ജാറത്തിൻ്റെ അവിടെ കൊണ്ടുപോയി ഒരു പച്ച തുണിയൊക്കെ ഇട്ട് മൂടുക. ബൈക്കുമരൊക്കെ ഉണ്ട് ഒരു സാധനം കെട്ടിച്ചിക്കണ്. ചില ആൾക്കാരെ ബൈക്കുമ്മ കാണാൻ ഒരു കെട്ട്, ജാറത്ത് കൊണ്ടുപോയിക്കാണ്ട് എന്തൊരു സാധനം കെട്ടിയിരുന്നു. ബൈക്ക് ആക്സിഡൻ്റ് ആകാതെക്കാം. എന്താ ഇപ്പോൾ ബൈക്ക് ആക്സിഡൻ്റ് ആകാതെക്കാം? എന്നിട്ട് അത് തിരിച്ചു വരുമ്പോൾ ആക്സിഡൻ്റ് ആയി. അപ്പോൾ കളിയാക്കിയപ്പം പറയാണ് അപ്പോൾ ഹജ്ജിന് പോയിട്ട് ആൾക്കാർ മരിച്ചില്ലേ? ഹായ്, എന്താ മറുപടി? ജാറത്തുനിന്ന് കെട്ടി വന്ന ബൈക്ക് ആക്സിഡൻ്റ് ആയതിൻ്റെ മറുപടി എന്താണ്? ഹജ്ജിന് മുമ്പുള്ള ആൾക്കാർ മരിച്ചണില്ലേ? സഹോദരങ്ങളെ, ഇതന്നെയാണ് പരീക്ഷണം എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് കൊടുക്കേണ്ട വില നമ്മൾ കൊടുക്കണം.